വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ആനുവൽ കലണ്ടർ എന്ത് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതായത് 2024 ഡിസംബർ 31 വരെ വിളിച്ച എല്ലാ നോട്ടിഫിക്കേഷനും ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് എന്ത് ചെയ്യാം PSC ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക്കലിൽ മെയിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നില്ല നമുക്ക് AE ആണ് മെയിനായിട്ടുള്ളത്, പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, പിന്നെ ലൈൻമാൻ, അതുപോലെ ഇലക്ട്രീഷ്യനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക്കൽ നല്ല രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ നമുക്കിതാ ഫസ്റ്റ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KWA അതെന്താ ഈ 2025 ജൂലൈ സെപ്റ്റംബർ എന്ന് പറയുന്ന ആ ഒരു കാലയളവിൽ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ കാലയളവിലായിരിക്കും എക്സാം ഉണ്ടാവുക. 126/2024 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 2025 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ കാലയളവിലാണ് എക്സാം ഉണ്ടാവുക. ഇത് ടെൻറ്റേറ്റീവ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ടെൻറ്റേറ്റീവായിട്ട് തന്നിട്ട് ഈ ഒരു പീരീഡ് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് ആധികാരികമായിട്ട് എന്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജൂലൈയിൽ തന്നെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയുള്ളത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്ന് പറഞ്ഞ കാലയളവിലാണ് ഉണ്ടാവുക. 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ 31/2024 കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ലൈൻമാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പബ്ലിക് സോഴ്സിലേക്ക് 2025 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്ന് പറഞ്ഞ കാലയളവിലാണ് ഉണ്ടാവുക. ഓക്കെ, 2025 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ. ഇത് ലൈൻമാനും ഇലക്ട്രീഷ്യനൊക്കെ കോമൺ എക്സാം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, അതിലേക്ക് പോവാം. പിന്നെ നമ്മളുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. പിന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ് ഉണ്ടാകും പോവാം. അതിന് മുന്നേ സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 2025 ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞ കാലയളവിലാണ് അത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ KWA പറഞ്ഞു. അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പറഞ്ഞു, പിന്നെ സ്കിൽഡ് അസിസ്റ്റൻറ്റ് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ജസ്റ്റ് ഇലക്ട്രോണിക്സ് PWD ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അത് 2025 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ കാലയളവിലാണ് ഉണ്ടാവുക. 2025 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ കാലയളവിലാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സിൻ്റെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളതൊക്കെ ഇതാണ്. പിന്നെയുള്ളത് ഏതായിരുന്നു, ലൈൻമാൻ അതേപോലെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഉണ്ടല്ലേ, നമുക്ക് നോക്കാം. അത് ഓക്കെ, ഇലക്ട്രീഷ്യൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 93/2024 അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ. പിന്നെ രണ്ടാമത്തും ഏതാ ഇലക്ട്രീഷ്യൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കുള്ളതാണ്. പിന്നെയുള്ളത് ഇലക്ട്രീഷ്യൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിലാണ്. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫോർ NCA ആണ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ. ഈ ഇലക്ട്രീഷ്യനൊക്കെ എന്താ കോമൺ എക്സാമിനായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിലേക്കാണ് 45/2024 കാറ്റഗറി നമ്പർ. പിന്നെയുള്ളത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനിലേക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലേക്കാണ് വിളിച്ചേക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ കേട്ടോ. പിന്നെയുള്ളത് ഇലക്ട്രീഷ്യൻ കം മെക്കാനിക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ, അത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിലാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക്. പിന്നെ വീണ്ടും ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് ഇന്നലെ വന്ന ഇലക്ട്രീഷ്യൻ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ ലൈൻമാനിലേക്ക് പോവാം. ലൈൻമാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 436/2024 കാറ്റഗറി നമ്പർ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും കോമൺ എക്സാം തന്നെ ആയിരിക്കും കേട്ടോ. കോമൺ എക്സാം തന്നെ ആവാനാണ് സാധ്യത. അതുകൊണ്ടാണ് ആ ഒരു പീരീഡ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ട്രിക്കലിൽ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കിൽഡ് അസിസ്റ്റൻറ്റ്, അതേപോലെ ഇലക്ട്രീഷ്യൻ, വയർമാൻ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, യൂണിവേഴ്സിറ്റീസിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ KWA നമ്മൾ പറഞ്ഞു, PWD ഇലക്ട്രോണിക്സ് നമ്മൾ പറഞ്ഞു, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പറഞ്ഞു. ഓക്കെ, അപ്പോൾ 3 അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ തരാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.